നമസ്കാരം. പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഏജന്റായി പ്രവർത്തിച്ച കേന്ദ്ര ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന സത്യേന്ദ്ര സിവാൾ എന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ ഉത്തർപ്രദേശിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് മീററ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ 2021 മുതൽ മോസ്കോയിലെ എംബസിയിൽ ഇന്ത്യ ബേസ്ഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് നിലവിൽ UP ATS മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. റഷ്യയിലെ ഇന്ത്യൻ എംബസിയിൽ പാകിസ്ഥാൻ ചാരൻ ജോലി ചെയ്യുന്നു എന്നതിന്റെ ഒരു രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചിട്ടുമുണ്ട്. എംബസി, പ്രതിരോധ മന്ത്രാലയം, അതിനോടൊപ്പം വിദേശകാര്യ മന്ത്രാലയം എന്നിവയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ രഹസ്യങ്ങൾ ഇയാൾ ചോർത്തി നൽകിയതായും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ ദിവസവുമുള്ള പ്രവർത്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നതിന് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് പണം നൽകാറുണ്ട് എന്നുള്ള വളരെ ഗൗരവതരമായ വെളിപ്പെടുത്തൽ കൂടി സത്യേന്ദ്ര സിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ലഭിക്കാൻ തന്നെയാണ് പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ISI ചാരന്മാർ മുഖേന വിദേശകാര്യ മന്ത്രാലയത്തിലെ ജീവനക്കാരെ പണം നൽകി പ്രലോഭിപ്പിക്കാൻ പോകുന്നത് എന്ന രഹസ്യ വിവരം ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. അതേ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ എല്ലാ ജീവനക്കാരും കർശനമായ നിരീക്ഷണത്തിലുമായിരുന്നു. എന്തായാലും ഈ വലിയ വിശ്വാസവഞ്ചനയുടെ ഒരു ഞെട്ടലിൽ നിന്നും നടുക്കത്തിൽ നിന്നും രാജ്യം മുക്തമായിട്ടില്ല. അത്ര വലിയ പദവിയിൽ ഇരിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകൾ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.